സംസ്ഥാന തുറമുഖ വികസന വകുപ്പ് മന്ത്രി VN വാസവൻ കൂടി ചേരുകയാണ്. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർക്ക് ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണെന്ന് എനിക്കറിയാം. മാത്രമല്ല ഒരു അഭിമാന ദിനം കൂടിയാണ്. വിഴിഞ്ഞം ഒരുപക്ഷെ കേരളത്തെ എങ്ങനെയാണ് ലോകത്തിൻ്റെ തുറമുഖ ചാർട്ടിൽ അടയാളപ്പെടുത്താൻ പോകുന്നത്? ഗുഡ് മോർണിംഗ് SK. ലോകം ഉറ്റുനോക്കുന്ന അന്താരാഷ്ട്ര സെമി ഓട്ടോമേറ്റഡ് സീപോർട്ടാണ് ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ നാടിനെ സംബന്ധിച്ചോളം നമ്മുടെ ചരിത്ര ഏടുകളിൽ സ്വർണ്ണലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ചരിത്ര മുഹൂർത്തത്തിന് നാം എല്ലാം സാക്ഷിയാകാൻ പോകുന്നു. ഇത് അഭിമാനകരമാണ്, ആഹ്ലാദകരമാണ്, ആവേശകരമാണ്. നമ്മുടെ വളർച്ചയിൽ നാളിതുവരെ ഉണ്ടായിട്ടുള്ള സ്ഥിതിയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യമായതോടുകൂടി അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുമ്പോൾ ലോകത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖത്തിൽ, സെമി ഓട്ടോമേറ്റഡ് തുറമുഖത്തിൽ നമ്പർ 1 മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ രാജ്യത്തെ ഒന്നാമത്തെ തുറമുഖമായി മാറിയിരിക്കുന്നു. ലോകത്തെടുത്താൽ 5 or 6 തുറമുഖങ്ങൾ എടുക്കുമ്പോൾ അതിലൊന്നായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് 2, 3, 4 ഘട്ടങ്ങൾ കൂടി പൂർത്തിയാക്കുമ്പോഴേക്ക് 30 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രോജക്റ്റ് പറയുന്നത്. അതൊരു പക്ഷേ ഇന്നത്തെ സ്ഥിതി വെച്ച് പരിശോധിക്കുമ്പോൾ അത് 45 ലക്ഷം കണ്ടെയ്നർ വരെ ആയി മാറാം. കാരണം 2024 ജൂലൈയിൽ ഇത് കമ്മീഷൻ ചെയ്യാൻ നമ്മൾ ആദ്യം ആഗ്രഹിച്ചതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഡേറ്റ് ഇപ്പോഴാണ് കിട്ടിയത്. ട്രയൽ റൺ ആരംഭിച്ച ഘട്ടം മുതൽ 3 മാസത്തിനുള്ളിൽ വലിയ രൂപത്തിലുള്ള മുന്നേറ്റമാണ് ഉണ്ടായത്. പിന്നീട് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ ഇപ്പോൾ 285 ഷിപ്പുകൾ ഇവിടെ വന്നിരിക്കുന്നു. 5,93,000 കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. MSCയുടെ കൂറ്റൻ കപ്പലായിട്ടുള്ള MSC ടർക്കി ഏതാണ്ട് 399.99 മീറ്റർ നീളവും 62.4 മീറ്റർ വീതിയുള്ള കപ്പൽ ദക്ഷിണേഷ്യയിൽ ഒരുപക്ഷെ ആദ്യമായി എത്തിച്ചേർന്നത് കൊളംബോയിലല്ല, ദുബായിലല്ല, മറിച്ച് അത് എത്തിച്ചേർന്നത് വിഴിഞ്ഞത്താണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രകൃതിദത്തമായ സൗന്ദര്യവും സൗകര്യവുമാണ് നമ്മുടെ തുറമുഖത്തിൻ്റെ സവിശേഷത. 18 മുതൽ 20 മീറ്റർ വരെ ആഴമുള്ള പ്രദേശം, ഡ്രഡ്ജിങ് കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു തുറമുഖം, അടിപ്പാറയാണ്. ഏതാണ്ട് അന്തർദേശീയ കപ്പൽ ചാനലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രമാണ് നമുക്കുള്ള അകലം. ഇത്രയും അകലം വളരെ കുറഞ്ഞുള്ളൊരു തുറമുഖം വേറെയില്ല. അപ്പോൾ പ്രകൃതിദത്തമായ പല സൗകര്യങ്ങൾ നമ്മുടെ സവിശേഷതയാർന്ന സാഹചര്യങ്ങൾ സംജാതമാക്കുന്നു. ഒപ്പം സെമി ഓട്ടോമേറ്റഡ് തുറമുഖം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ വന്ന് കാണുന്നവർക്കറിയാം, കണ്ടെയ്നർ നീക്കം ചെയ്യുന്ന രംഗത്തെല്ലാം വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളിയുടെ മക്കളായ പെൺകുട്ടികൾ ഉൾപ്പെടെ ഇരുന്നാണ് ആ കണ്ടെയ്നർ യഥാർത്ഥത്തിൽ ഷിപ്പിൽ നിന്ന് കരയിലേക്ക് അൺലോഡ് ചെയ്യുന്നതും അത് കയറ്റി അയക്കുന്ന രംഗവും എല്ലാം നിർവഹിക്കുന്നത്. അത് അഭിമാനകരമാണ്, ആഹ്ലാദകരമാണ്. മാത്രവുമല്ല, ഇതിൻ്റെ തുടർന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ റെയിൽവേ കണക്ടിവിറ്റിയും അതോടൊപ്പം റോഡ് കണക്ടിവിറ്റിയും കൂടെ പൂർത്തീകരിക്കുന്നതോടുകൂടി ചരക്ക് ഗതാഗതം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്തിക്കും. അതിനുവേണ്ടിയുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. 10.5 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള റെയിൽവേ 9.2 കിലോമീറ്റർ തുരങ്കപാതയാണ്. അതിനാവശ്യമായിട്ടുള്ള DPR തയ്യാറാക്കി കൊങ്കൺ റെയിൽവേ കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ അംഗീകാരം വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പരിസ്ഥിതി വനം മന്ത്രാലയത്തിൻ്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. സ്ഥലം ഏറ്റെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 1492 കോടി രൂപ ഗവൺമെൻറ് അതിനുവേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. NHAയുമായിട്ടുള്ള കണക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചു കഴിഞ്ഞു. ക്ലോവർ ലീഫ് ഉൾപ്പെടെ നടപ്പാക്കാൻ വേണ്ടി NHAയുമായി ചർച്ച ചെയ്ത് ഇപ്പോൾ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ താൽക്കാലികമായുള്ള ഒരു സംവിധാനം അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുകയും ചെയ്യും. അങ്ങനെ റെയിൽവേ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും കൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി ചരക്ക് ഗതാഗതം പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഫസ്റ്റ് ഫേസ് ഇപ്പോൾ പൂർത്തീകരിച്ച് ഡിസംബർ മാസം 3-ാം തീയതി ഞങ്ങളുടെ കയ്യിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ടവർ തരികയുണ്ടായി. അതിനുശേഷം കമ്മീഷനിങ് വേണ്ടി നമ്മൾ കാത്തിരുന്നതാണ് ഇത്രയും ദിവസം. ഒരു കാര്യം, അതായത് നമ്മളിപ്പോൾ ഈ വിഴിഞ്ഞം പൂർത്തിയാകുന്നതിൻ്റെ ഇടയിലൊക്കെ തന്നെ ചില അത്യാവശ്യം പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടു. മത്സ്യത്തൊഴിലാളികളൊക്കെ ഇപ്പോൾ യഥാർത്ഥത്തിലെ കാര്യങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രദേശവാസികളുടെ ജീവിത നിലവാരത്തിൽ എന്ത് മാറ്റമാണ് വിഴിഞ്ഞത്തിന് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇപ്പം തന്നെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്ക്
2936 പേർക്ക് ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് 114 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് വിതരണം ചെയ്തു. ഇതിനു പുറമെ അദാനിയുടെ CSR ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികൾ അവർ നടപ്പാക്കി. ഇതിനും പുറമെ മത്സ്യത്തൊഴിലാളികളും അവിടുത്തെ മറ്റ് വിവിധ വിഭാഗം സാമൂഹ്യ ശക്തികളും എല്ലാമായി ചർച്ച ചെയ്ത് അവരാവശ്യപ്പെട്ട പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള വലിയ രൂപത്തിലുള്ള ഇടപെടൽ ഗവൺമെൻറ് നടത്തി. മറ്റൊന്ന്, ഇവിടെ തന്നെ ഒരു ഫിഷിംഗ് ഹാർബർ പ്രത്യേകമായി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ച് 250 കോടി രൂപ മുടക്കി CWPRSൻ്റെ എല്ലാ തരത്തിലുള്ള പ്രോജക്റ്റ് ഉണ്ടാക്കി അതിന് അംഗീകാരം വാങ്ങി, അവരുടെയും അംഗീകാരം വാങ്ങി നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. അതോടുകൂടി ഈ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ജീവനോപാധികൾ ഉറപ്പാക്കാനും സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പാക്കാനും തയ്യാറാകുന്നതോടുകൂടി അവരുടെ പല രൂപത്തിലുള്ള അസംതൃപ്തികൾക്കും പരിഹാരമാകുന്നുവെന്ന് മാത്രമല്ല, ഇപ്പോൾ ഇതിനോടകം തന്നെ കൊടുത്ത തൊഴിലിൽ 59% തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ളവർക്കാണ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വിഴിഞ്ഞത്തു നിന്നുള്ളവർക്കാണ്. അപ്പോൾ ഭാവിയിൽ ഒരു 5000-ഓളം പേർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാകുമ്പോൾ അതിലൊരു 50%-നോടടുത്ത് വിഴിഞ്ഞവും പരിസര പ്രദേശവും തിരുവനന്തപുരം ജില്ലയായിട്ടുള്ള ആൾ വരും എന്നുള്ളത് കൂടി പ്രതീക്ഷാനിർഭരമായ ഒരു സാഹചര്യം അവരിൽ സംജാതമാക്കുന്നു. മിനിസ്റ്റർ, ഒരു കാര്യം കൂടെ, നമുക്കിന്ന് അഭിപ്രായ വ്യത്യാസങ്ങളോ കക്ഷി രാഷ്ട്രീയമൊന്നും പറയേണ്ട ദിവസമല്ല. കാരണം നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്ന ദിവസമാണ്. അത് നമ്മൾ ആഘോഷിക്കുകയാണ് വേണ്ടത്. എന്നാലും ഈ ഉദ്ഘാടന ദിവസവും ഇന്ന് രാവിലെയും ഈ പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലി തർക്കം തുടരുന്നു. ഇപ്പോൾ വിൻസെൻ്റ് MLA തന്നെ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ആദരാഞ്ജലികളൊക്കെ അർപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത്. ചാണ്ടി ഉമ്മനും വിവരങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് അദ്ദേഹം നേരത്തെ തീരുമാനിച്ചു. അപ്പോൾ ഒരുപക്ഷെ ഒഴിവാക്കാമായിരുന്ന ഒരു വിവാദമാണ് എന്ന് തോന്നുന്നു. ഏതാണ് മിനിസ്റ്റർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അത് ഒഴിവാക്കേണ്ടത് പ്രതിപക്ഷ നേതാവും ബന്ധപ്പെട്ടവരുമാണ്. കാരണം ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നൊരു ചടങ്ങിൽ ആ ചടങ്ങ് എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്ന് നിങ്ങൾക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം. നമ്മളിവിടുന്ന് അദ്ദേഹത്തെ കൂടി പങ്കെടുപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് എഴുതി അറിയിച്ചു. തിരിച്ചു വന്ന ലിസ്റ്റിൽ അദ്ദേഹത്തെ കൂടി പങ്കെടുപ്പിക്കാനുള്ള നിർദ്ദേശമുണ്ട്. അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു. അവിടുത്തെ MLAയും MPയും ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ വേദിയിൽ പ്രസംഗിക്കാൻ അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒപ്പം പോർട്ട് മന്ത്രിയും മാത്രമാണ്. മറ്റാർക്കും പ്രസംഗിക്കാനുള്ള നിർദ്ദേശം അവരുടെ തിരിച്ചുള്ള മറുപടിയിലില്ല. അത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ആ കാര്യം തീരുമാനിക്കുന്നത്. മറ്റൊന്ന്, ഈ വിഷയത്തെ സംബന്ധിച്ചോളം അതിൻ്റെ നാൾ വഴികൾ എടുക്കുമ്പോൾ ഇതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലും ലക്ഷ്യത്തിലും ഈ തുറമുഖം ഇന്ന് കമ്മീഷൻ ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിച്ചത് 1ഉം 2ഉം പിണറായി സർക്കാരാണ്. ഇവിടെ ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി എന്നുള്ളത് ഒഴിച്ചാൽ, ഒരു കല്ലു ഇട്ടുകൊള്ളു എന്നുള്ളത് ഒഴിച്ചാൽ മറ്റൊന്നും നടന്നിരുന്നില്ല. കല്ലിട്ടാൽ കപ്പൽ വരില്ല എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചു. അന്നങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 2010 ഓഗസ്റ്റ് 11 ആദ്യത്തെ സീപോർട്ട് ഇൻ്റർനാഷണൽ വിഴിഞ്ഞം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണ് കല്ലിട്ടത്. അന്ന് 2 കമ്പനികൾ ആ കാര്യത്തിൽ കോട്ട് ചെയ്തു. പല കാരണങ്ങളും കൊണ്ട് അത് നിരാകരിക്കപ്പെട്ടു, അന്ന് നടന്നില്ല. അപ്പോൾ അതിന് തുടക്കം കുറിച്ചതും അതിന് പിന്നോട്ടെടുത്താലും പലതുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രംഗത്ത് ഓരോ ഗവൺമെൻറ് വന്നപ്പോഴും എടുത്തിട്ടുള്ള വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആ യാഥാർത്ഥ്യബോധത്തോടുകൂടി ആ പ്രശ്നത്തെ സമീപിച്ചാൽ കല്ലിട്ടാൽ കാര്യങ്ങൾ നടക്കുമെങ്കിൽ പാലക്കാട് ഒരു കോച്ച് ഫാക്ടറിക്ക് തറക്കല്ലിട്ടിട്ട് 10-16 വർഷമായല്ലോ. കേന്ദ്ര മന്ത്രിയല്ലേ വന്നിട്ടത്. ആ കോച്ച് ഫാക്ടറിക്ക് വേണ്ടി തറക്കല്ലിട്ട സ്ഥലത്ത് ഇപ്പോഴും കാക്കയും ശ്വാനനുമൊക്കെ അത് പ്രയോജനപ്പെടുത്തുന്നുള്ളൂ ഒഴിച്ചാൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കല്ലിട്ടാൽ മാത്രം കാര്യം നടക്കില്ല. മറിച്ച് കല്ലിട്ടോടത്ത് ഇച്ഛാശക്തിയോടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന റോ മെറ്റീരിയൽ 1 കിട്ടാത്ത പ്രശ്നം ആദ്യം വളർന്നു, 2 ഓഖി ദുരന്തം വന്നു, 3 വെള്ളപ്പൊക്കക്കെടുതി വന്നു, 4 കോവിഡ് വന്നു, 5 ഇരമ്പിയാർത്ത വിമോചന സമരം വന്നു. ഇതെല്ലാം അതിജീവിച്ചുകൊണ്ടല്ലേ ഈ ഗവൺമെൻറ് സഹിഷ്ണുതയോടെ, സംയമനത്തോടെ, സമയത്തതയോടെ ആ പ്രശ്നം കൈകാര്യം ചെയ്ത് ഇനി പോർട്ട് യാഥാർത്ഥ്യമാക്കുന്ന രൂപത്തിലേക്ക് എത്തുന്നത്. ഈ യാഥാർത്ഥ്യം എന്താ മനസ്സിലാക്കാൻ അവർ ഉൾക്കൊള്ളാനും തയ്യാറാകാത്തത്. അപ്പോൾ ഈ കാര്യത്തിൽ വെറും ബാലിശമായ വാദങ്ങൾ ഉന്നയിച്ച് യഥാർത്ഥത്തിൽ അവർക്ക് ക്ഷണം കിട്ടിയിട്ടും അതിൽ ശശി തരൂർ MP പങ്കെടുക്കുന്നുണ്ടല്ലോ. അദ്ദേഹം വന്ന് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞല്ലോ. നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്കറിയാം. അത് ശശി തരൂരിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഈ കാര്യത്തിൽ യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് കേരളമാകെ ഒന്നാകെ മുന്നോട്ട് വരുന്ന ഈ ഘട്ടത്തിൽ അതിനൊപ്പം നിലകൊള്ളുകയാണ് വേണ്ടത്. ഇത് നാടിൻ്റെ പദ്ധതിയാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. നാടാകെ ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ ഇത് നെഞ്ചേറ്റുന്നൊരു സന്ദർഭത്തിൽ അതിന് വിവാദം ഉയർത്തിക്കൊണ്ട് മാറി നിൽക്കുന്നത് അവരൊറ്റപ്പെടുകയുള്ളൂ. യഥാർത്ഥത്തിൽ അസഹിഷ്ണുതയുടെ ഭാഗമാണ്. മറ്റൊരു രൂപത്തിലും അതിനെ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കുന്ന രൂപത്തിലേക്ക് പ്രയത്നിച്ച 1ഉം 2ഉം പിണറായി സർക്കാർ
നിശ്ചയമായും കേരളം തിരിച്ചറിയുന്നു. അത് കൃത്യമായ രൂപത്തിൽ അതെല്ലാം അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതോടൊപ്പം മുൻ ഗവൺമെൻറ്റുകൾ ചെയ്ത കാര്യങ്ങളൊന്നും മറച്ചു പിടിച്ചില്ല, എല്ലാം വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തോടുകൂടി നമ്മളത് വിശദീകരിക്കുകയും. അതുകൊണ്ട് ഈ കാര്യത്തിൽ വെറും സങ്കുചിതമായ രാഷ്ട്രീയം ആണ് ഈ രംഗത്ത് വിവാദങ്ങൾക്ക് അടിസ്ഥാനമായി ഉയർന്നത്, മറിച്ച് യാഥാർത്ഥ്യം ഇല്ല എന്നുള്ളത്. ഓക്കെ, എന്തായാലും മിനിസ്റ്റർ ഇന്ന് നല്ല തിരക്കിലാണെന്ന് എനിക്കറിയാം. എന്തായാലും ഈ കമ്മീഷനിങ് ഔദ്യോഗിക ചടങ്ങിന് എല്ലാ ആശംസകളും ഞങ്ങൾ നേരുന്നു. മാത്രമല്ല, ഒരുപക്ഷെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു ചടങ്ങാണ് ഇത് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞം എന്ന ഒരു സംഭവം മലയാളിക്ക് വലിയൊരു തിലക്കുറിയായി മാറട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. 24-ന്റെ ആശംസകൾ മിനിസ്റ്റർക്കും.